ഹലോ ഫ്രണ്ട്സ്, അച്ചയുടെ കയ്യിലിരിക്കുന്ന സർക്കസുകാരനെ ശ്രദ്ധിച്ചോ? ഇത് അച്ചയ തന്നെ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ? ഇത് മൾട്ടിവുഡിൻ്റെ ഒരു പീസാണ്. അതിലാദ്യമായിട്ട് നമ്മുടെ സർക്കസുകാരൻ്റെ പടം വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുഖം വരച്ചു, മുഖവും ബോഡിയും കൂടെ, കഴുത്ത് ബോഡി ഇത്രയും ഭാഗം ഒരു പീസാക്കി വരച്ചെടുത്തു. ഒരു കണ്ണും കൂടെ വരച്ചു. ഇനി അത് മുറിച്ചെടുക്കണം. എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അച്ചായി ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് കുറേയൊന്നും ഞങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട വന്നിട്ടില്ലേ. കളിപ്പാട്ടങ്ങളും ഒക്കെ, കളിപ്പാട്ടങ്ങൾ മാത്രമല്ല, വേറെ വീട്ടിലേക്കായാലും കുറേ സാധനങ്ങളൊക്കെ അച്ചായിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. നമ്മുടെ സർക്കസ് മനുഷ്യൻ്റെ ബോഡി തലയൊക്കെ ശരിയായിരിക്കുകയാണ്. രണ്ട് സൈഡിലും കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കാലുകൾ ഉണ്ടാക്കണം. അതിനായിട്ടിപ്പോൾ ഒരു കാല് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരച്ച് അത് മുറിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ സയൻസിൽ ടർബൈനുകളെക്കുറിച്ച് പഠിപ്പിച്ചായിരുന്നു. അണക്കെട്ടുകളിൽ ടർബൈന് കറക്കി എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിപ്പിച്ച സമയത്ത് ഇത് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി അച്ചായി വാഴപ്പിണ്ടിയിൽ ഐസ്ക്രീമിൻ്റെ സ്പൂണ് വെച്ചിട്ട് അടിപൊളി ഒരു ടർബൈൻ ഉണ്ടാക്കി. എന്നിട്ട് പൈപ്പിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് അതിങ്ങനെ കറക്കി കാണിച്ചു. അപ്പം ഇങ്ങനെയാണത് കറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് സ്കൂളിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ 2 കാലുകൾ റെഡിയായി. ഇനി 2 കൈകളും കൂടെ റെഡിയാക്കി നമ്മുടെ സർക്കസുകാരൻ ഇവിടെ റെഡിയാവും. ഇനിയിപ്പോൾ 2 കാലുകൾ കണക്ട് ചെയ്യണമല്ലോ, അതിനായിട്ട് സ്ക്രൂ വെച്ചിട്ട് കണക്ട് ചെയ്യണം. കാലുകൾ കണക്ട് ചെയ്ത പോലെ തന്നെ കൈയും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു സ്ക്രൂ വെച്ചിട്ട്. ഇപ്പോൾ റെഡിയായി, സർക്കസുകാർ റെഡിയായി. ഇനി സർക്കസ് കളിക്കാനൊരു സ്ഥലം വേണമല്ലോ, അതാണ് ഇപ്പോൾ അടുത്ത് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ചെറിയ 2 തടി കഷ്ണങ്ങൾ വേണം. ഇവിടെ ഇപ്പോൾ ഒരു കവുങ്ങിൻ്റെ കഷ്ണമാണ് എടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടി കഷ്ണമോ അല്ലെങ്കിൽ മുളയുടെ, അതായത് ഇല്ലിയുടെ ഒരു കഷ്ണമായാലും മതി. ഇങ്ങനെ നീളത്തിൽ 2 കോലായിട്ട് വേണം. അപ്പോൾ അതൊന്ന് മുറിച്ച്, കവുങ്ങിൻ്റെ ആയിട്ട് ചെറിയ ആരൊക്കെ കാണുമല്ലോ, അത് ഒന്ന് മിനുക്കി എടുക്കുകയാണ്. ഒരേ നീളമുള്ള 2 കഷ്ണങ്ങളായി. ഇനിയിപ്പം നമുക്കൊരു ക്രോസ് വെക്കാനൊരു ചെറിയ കഷ്ണം കൂടെ വേണം. അതിനുള്ളത് മുറിച്ചെടുക്കുക. അപ്പോൾ അത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്
ഒരു 2 സൈഡും ചെറുതായിട്ടൊന്ന് വീതി കുറച്ച് കൊടുക്കണം. ഇല്ലിയൊക്കെ ആണെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ചെറിയ പീസ് ക്രോസ് വെച്ച് കൊടുക്കാൻ ഓരോ ചെറിയ ഹോള് വേണമല്ലോ വലിയ പീസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ടൊന്ന് ഡ്രില്ല് ചെയ്ത് ഹോൾ ഉണ്ടാക്കുകയാണ്. ഇനി ചെയ്യുന്നത് ആ ചെറിയ പീസ് ആ ഹോളുകളിലേക്ക് വെച്ചിട്ട് വലിയ 2 പീസിനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുന്നു. സർക്കസുകാരന് കളിക്കാനുള്ള ഒരു സാധനമാണ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. 2 വലിയ പീസുകളുടെ അറ്റത്ത് ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു നൂല് കെട്ടാൻ വേണ്ടിയാണ്, അത് പിന്നെ കാണുമ്പോൾ മനസ്സിലാകും. ഇനി നമ്മുടെ സർക്കസുകാരനെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അതിന് 2 കൈയിലും 2 ഹോളുകൾ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഹോളിൽ കൂടെ നൂല് കോർക്കുകയാണ്. ഒരു ദിവസം എന്തോ ഒരു ടോയ്സ് വാങ്ങാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അച്ചായി പറഞ്ഞ് അതിൽ നല്ല ടോയ്സ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം വന്നിട്ട് ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓർത്ത സമയത്ത് അച്ചായിയോട് ചോദിച്ചു വീണ്ടും ഇതൊന്ന് ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ വീട്ടിൽ കൊച്ചുണ്ട്, ആങ്ങളൊരു കൊച്ചുണ്ട്, അപ്പോൾ അവനും കളിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അച്ചായി ഉടനെ തന്നെ ഉണ്ടാക്കുന്നതാണിത്. അങ്ങനത്തെ അവസാനത്തെ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. സർക്കസുകാരൻ ഇപ്പം റെഡിയാവും. ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ആ 2 തടി കഷ്ണങ്ങളുണ്ടല്ലോ, അതിൻ്റെ താഴെ ആ ജോയിൻറ്റ് വെച്ചേക്കുന്നതിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഇത് മൂവ് ചെയ്യും. നമ്മുടെ ആ പ്രസ്സിങ്ങിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ഡിഫറൻസ് വരും. അപ്പം ശരിക്കും ഒരു സർക്കസുകാരനെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും.